തൃശൂരിലെ CPM നേതാവ് അനൂപ് ഡേവിസ് കാണിയുടെ അവിഹിത ഇടപാടുകളിൽ തെളിവുകൾ പുറത്ത്. തിരുവനന്തപുരത്ത് പിഞ്ചു കുഞ്ഞിനോട് അധ്യാപികയുടെ ക്രൂരത. കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവിന് ദാരുണാന്ത്യം. കുറ്റകൃത്യങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കാക്കി. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവും തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറുമായ അനൂപ് ഡേവിസ് കാണിയുടെ അവിഹിത ഇടപാടുകളിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച ബിന്നി ഇമ്മട്ടി ഹാജരാക്കിയ തെളിവുകൾ പുറത്ത്. CPM ഏരിയ സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ കാട പാർട്ടി പദവി ദുരുപയോഗം ചെയ്തുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ എണ്ണി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം CPM ഉന്നത നേതാക്കളിലേക്ക് എത്തിയത് കാട നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവും കോർപ്പറേഷൻ കൗൺസിലറുമായ അനൂപ് ഡേവിസ് കാടയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ തെളിവുകളാണ് ഒരു വർഷം മുൻപ് ബിന്നി ഇമ്മട്ടി രേഖാമൂലം പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് കൈമാറിയത്. 2023 ഒക്ടോബർ 20 ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ കാടയ്ക്കെതിരെ ഇമ്മട്ടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ നൽകണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവ കൈമാറുകയായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കാട കോടികളുടെ സ്വത്ത് സമ്പാദിച്ചത് പലരെയും ഭീഷണിപ്പെടുത്തിയും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും കമ്മീഷൻ അടിച്ചുമാണെന്ന് ഇമ്മട്ടി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കമ്മീഷനായി കിലോ കണക്കിന് സ്വർണം പോലും അടിച്ചെടുത്തിട്ടുണ്ട്. CPM ഭരണ നേതൃത്വത്തിലുള്ള നെടുപുഴ സർവീസ് സഹകരണ ബാങ്കിലേക്ക് മറ്റ് ബാങ്കുകളിൽ നിന്നും 2 കോടിയിലധികം വരുന്ന 5 ലോണുകൾ ടേക്ക് ഓവർ ചെയ്ത വകയിൽ 5% കമ്മീഷൻ കൈപ്പറ്റി. CPM ഭരണ നേതൃത്വത്തിലുള്ള നെടുപുഴ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഈ ഇടപാടുകളിലൊക്കെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറാണ് കാടയുടെ പങ്കാളി. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിലെ പ്രതിയെ അന്നത്തെ IG സുരേന്ദ്രനെ മുൻനിർത്തി വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചതിന് കാടയും സുഹൃത്ത് ഗീവർഗീസും 1 കോടി രൂപ പ്രതിഫലം പറ്റിയതായും മൂവരും വീതിച്ചെടുത്തതായും പരാതിയിൽ പറയുന്നു. കരുവന്നൂർ കേസിലെ ED അന്വേഷണം കാട വഴിയാണ് AC മൊയ്തീനിലേക്കും MK കണ്ണനിലേക്കും തൃശൂർ അയ്യന്തോൾ സഹകരണ ബാങ്കുകളിലേക്കും എത്തിയത്. സതീഷ് കുമാറിന്റെ ഇല്ലാത്ത ഡ്രൈവറെ ചാനൽ ക്യാമറയ്ക്ക് മുന്നിലിരുത്തി EP ജയരാജനെ കരുവന്നൂർ കേസിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചതും അനൂപ് ഡേവിസ് കാടയാണ്. AC മൊയ്തീൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു ഭൂമി ഇടപാട് കേസിൽ അദ്ദേഹത്തിന്റെ PA ആണെന്ന് ഫോണിൽ പരിചയപ്പെടുത്തി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് പിന്നിലും കാടയാണെന്ന് ഇമ്മട്ടി പരാതിയിൽ പറയുന്നു. ആൾമാറാട്ട കേസിൽ പരാതി പിൻവലിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആരാണെന്ന് പാർട്ടി പരിശോധിക്കണം. ഇല്ലാത്ത സർക്കാർ ഉത്തരവിന്റെ പേരിൽ ക്രമവിരുദ്ധമായി മണ്ണിട്ട് നികത്താൻ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് പിന്നിൽ കാടയും ഗീവർഗീസുമാണ്. ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. കരുവന്നൂർ കേസിൽ EDയുടെ അറസ്റ്റ് ഒഴിവാക്കാനായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സതീഷ് കുമാറിൽ നിന്നും 3 ലക്ഷം രൂപ കൈപ്പറ്റി. കരുവന്നൂർ വാർത്തകൾ വരുന്നത് ഒഴിവാക്കാൻ ഒരു പ്രമുഖ ദിനപത്രത്തിന്റെ തൃശൂർ ലേഖകന് iPhone സമ്മാനിക്കാൻ 1,30,000 രൂപ സതീഷ് കുമാറിൽ നിന്നും വാങ്ങി നൽകി. അനൂപ് ഡേവിസ് കാട അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചത് പാർട്ടി പദവിയും കൗൺസിലർ പദവിയും ദുരുപയോഗം ചെയ്താണ്. ഇതിൽ പാർട്ടി സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ബിന്നി ഇമ്മട്ടി തെളിവുകൾ സഹിതം പരാതി നൽകിയത്. ന്യൂസ് ഡെസ്ക് ജനം.
കരുവന്നൂർ ബാങ്കിൽ വീണ്ടും ഇഡിയുടെ പരിശോധന. അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. ബാങ്ക് പരിധിക്ക് പുറത്തുനിന്നും അനുവദിച്ച ലോണിന്റെ വിശദാംശങ്ങൾ ഇഡി ശേഖരിച്ചു. പരിശോധനയും നടപടിയും ശക്തമാക്കാനാണ് ഇഡിയുടെ തീരുമാനം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ബാങ്കിലെത്തി. ഇന്ന് രാവിലെയാണ് ബാങ്കിൽ ഇഡി അധികൃതർ എത്തിയത്. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങളാണ് ഇഡി ശേഖരിച്ചത്. അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം നടക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചതായി പരാതിയുണ്ട്. എടുത്ത വായ്പയ്ക്കുള്ള മൂല്യം ഭൂമിക്കില്ലെന്ന് വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇഡി ബാങ്കിലെത്തി പരിശോധന നടത്തിയത്. ജനം, തൃശൂർ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പുഴയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പൊക്കിൾക്കൊടി അറുത്തുമാറ്റാത്ത നിലയിലായിരുന്നു മൃതദേഹം. പ്രസവിച്ച ഉടൻ പൊക്കിൾക്കൊടി പോലും അറുത്തുമാറ്റാതെ ആ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചതാര്? ഈ നിഷ്ഠൂര ക്രൂരകൃത്യത്തിന് പിന്നിൽ അമ്മയാണോ? ഇങ്ങനെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം തേടിയാണ് പോലീസ് അന്വേഷണം. നെല്ലിയാടിപ്പുഴയിൽ പുലർച്ചെ മീൻ പിടിക്കാനായി പോയ മത്സ്യത്തൊഴിലാളികളാണ് നവജാത ശിശുവിന്റെ മൃതദേഹം ആദ്യം കണ്ടത്. വെള്ളത്തിൽ കമഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് നവജാത ശിശുവിന്റെ പൊക്കിൾക്കൊടി അറുത്തുമാറ്റിയിട്ടില്ലെന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുഞ്ഞ് ജനിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആയിട്ടുള്ളൂവെന്നും ജനിച്ചുടൻ ഉപേക്ഷിച്ചതാകാമെന്നുമാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്ന് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് കടന്നു കളയാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പുഴയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കൊയിലാണ്ടി ഭാഗത്ത് താമസിക്കുന്നവർ തന്നെയാകാം കൃത്യത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ. ജനം, കോഴിക്കോട്. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. വടകര കടമേരി സ്വദേശി ആൽവിൻ ടിക്കിയാണ് മരിച്ചത്. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഇടയിലായിരുന്നു അപകടം. ഇന്ന് രാവിലെ ബീച്ച് റോഡിൽ വെള്ളയിൽ ഭാഗത്താണ് അപകടമുണ്ടായത്. കാർ റേസിംഗിന്റെ വീഡിയോ റോഡിൽ നിന്നുകൊണ്ട് മൊബൈലിൽ ചിത്രീകരിക്കവേ കാർ ആൽവിന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഉടൻ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. വടകര കടമേരി തച്ചിലേരി താഴെക്കുനിയിൽ സ്വദേശിയാണ് 20 വയസ്സുകാരനായ ആൽവിൻ. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ. 2 വാഹനങ്ങളാണ് അപകടകരമായ രീതിയിൽ കാർ ചേസിംഗ് നടത്തിയത്. ഇതിൽ KL10 BK 0001 ഡിഫൻഡർ കാറാണ് അപകടം വരുത്തിയത്. കാറുകൾ കസ്റ്റഡിയിലെടുത്ത പോലീസ് വാഹനങ്ങൾ ഓടിച്ചവർക്കെതിരെ കേസെടുത്തു.
ജനം, കോഴിക്കോട്. കൊച്ചി പുറങ്കടലിലെ ഹെറോയിൻ കടത്ത് കേസിൽ ഇറാൻ പൗരന്മാർക്ക് 12 വർഷം കഠിന തടവ്. 6 പ്രതികളിൽ 4 പേർക്ക് 12 വർഷവും 2 പേർക്ക് 10 വർഷം വീതവുമാണ് ശിക്ഷ. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 210 കിലോ ഹെറോയിൻ കടത്തുന്നതിനിടയിലാണ് വൻ ലഹരി സംഘത്തെ നാവികസേന പിടികൂടിയത്. കേസ് പിന്നീട് NCBക്ക് കൈമാറുകയായിരുന്നു. 2022 ഒക്ടോബറിലായിരുന്നു ലഹരി കടത്ത് സംഘം പിടിയിലായത്. ഒന്നാം പ്രതി അബ്ദുൽ നാസർ, രണ്ടാം പ്രതി അബ്ദുൽ ഗനി, മൂന്നാം പ്രതി അർഷാദ് അലി, നാലാം പ്രതി അബ്ദുൽ മാലിക്, അഞ്ചാം പ്രതി റാഷിദ്, ആറാം പ്രതി സുനൈദ് എന്നിവർക്കാണ് ശിക്ഷ. അബ്ദുൽ നാസർ, അബ്ദുൽ ഗനി, അബ്ദുൽ മാലിക്, റാഷിദ് എന്നിവർക്ക് 12 വർഷവും അർഷാദ് അലി, സുനൈദ് എന്നിവർക്ക് 10 വർഷവുമാണ് തടവ് ശിക്ഷ. 1.5 ലക്ഷം രൂപ വീതം പിഴയുമടക്കണം. 2 പ്രതികളുടെ പ്രായം പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് നൽകിയത്. NCBക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ ജെ ആണ് ഹാജരായത്. നാവികസേന പിടികൂടിയ പ്രതികളെ NCBക്ക് കൈമാറുകയായിരുന്നു. ഇറാനിയൻ പൗരന്മാരെ ചോദ്യം ചെയ്ത NCBക്ക് നിർണായക വിവരങ്ങളായിരുന്നു ലഭിച്ചത്. NDPS ആക്ടിലെ 18C, 20B, 21C, 23C ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ 1200 കോടി രൂപ വില വരുന്നതായിരുന്നു പിടിച്ചെടുത്ത ഹെറോയിൻ. രാജ്യാന്തര തലത്തിലും ലഹരിക്കടത്ത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുറംകടലിൽ നാവികസേനയും NCBയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ജനം, കൊച്ചി. കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും റിമാൻഡ് പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. 2 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. മോഷണക്കേസിലെ പ്രതിയായ മുഹമ്മദ് സഫാദാണ് ജയിലിന്റെ മേൽക്കൂര ഇളക്കി മാറ്റി പട്ടാപ്പകൽ രക്ഷപ്പെട്ടത്. ഈ മാസം 1-ാം തീയതി രാവിലെയായിരുന്നു പന്നിയങ്കര സ്റ്റേഷനിലെ മോഷണ കേസിൽ ഉൾപ്പെട്ട പുതിയങ്ങാടി സ്വദേശി മുഹമ്മദ് സഫാദ് ജയിൽ ചാടിയത്. ജയിലിലെ മേൽക്കൂരയുടെ ഓട് നീക്കിയായിരുന്നു രക്ഷപ്പെട്ടത്. ഡെപ്യൂട്ടി ജയിൽ ഓഫീസർ ദിനേശിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് സ്ഥലം മാറ്റിയത്. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറും ജയിലിലെ നിരീക്ഷണ ക്യാമറകളുടെ ചുമതലക്കാരനുമായ മുഹമ്മദ് ആഷിഖിനെ മാനന്തവാടി ജയിലിലേക്കും മാറ്റി. താൽക്കാലിക ജീവനക്കാരനും വിമുക്തഭടനുമായ മധുസൂദനനെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയ മാനന്തവാടി ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ അധികൃതരുടെ നടപടി. രക്ഷപ്പെട്ട മുഹമ്മദ് സഫാദിനെ ചൊവ്വാഴ്ച അത്താണിക്കലിൽ വെച്ച് സിറ്റി കൺട്രോൾ റൂം പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയിരുന്നു. റിമാൻഡിലുള്ള പ്രതി ജയിൽ ചാടിപ്പോയ സംഭവത്തിൽ വലിയ നാണക്കേടുണ്ടായ സാഹചര്യത്തിലാണ് കർശന നടപടിയിലേക്ക് ജയിൽ അധികൃതർ കടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. തിരുവനന്തപുരം മംഗലപുരത്ത് ഭിന്നശേഷിക്കാരിയായ വയോധികയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. പോത്തൻകോട് സ്വദേശി തൗഫീഖിനെയാണ് പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇന്ന് പുലർച്ചെയാണ് 65 വയസ്സുള്ള തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മംഗലപുരം പോലീസ് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പോത്തൻകോട് സ്വദേശിയായ തൗഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. തങ്കമണി സ്ഥിരമായി പൂക്കൾ പറിക്കാൻ പോകുന്ന പതിവ് മനസ്സിലാക്കിയാണ് ആക്രമിക്കാൻ പദ്ധതിയിട്ടതെന്ന് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തി. അറസ്റ്റിലായ തൗഫീഖ് പോക്സോ അടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇന്ന് പുലർച്ചെയാണ് 65 വയസ്സുള്ള തങ്കമണിയെ സഹോദരന്റെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
വീട്ടിൽ തനിച്ചു താമസിക്കുകയായിരുന്നു തങ്കമണി. പുലർച്ചെ പൂക്കൾ പറിക്കാൻ പോയപ്പോഴായിരുന്നു കൊലപാതകം നടന്നത്. തങ്കമണിയുടെ സഹോദരിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. മുഖത്ത് നഖം കൊണ്ടുള്ള മുറിപ്പാടുകൾക്ക് പുറമെ ശരീരത്തിൽ ധരിച്ചിരുന്ന ബ്ലൗസ് അടക്കമുള്ള വസ്ത്രങ്ങൾ കീറിയ നിലയിലും ഇവർ ഉടുത്തിരുന്ന മുണ്ട് മൃതദേഹത്തിന് മുകളിൽ പുതപ്പിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. തങ്കമണിയുടെ ശരീരത്തിൽ നിന്ന് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 3 കേസുകളിലായി 1/2 കിലോയിലധികം MDMA-യും ബ്രൗൺ ഷുഗറും പിടികൂടി. മംഗളൂരു സ്വദേശിയായ യുവതി ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുവത്സരാഘോഷം ലക്ഷ്യമിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിക്കുന്ന ലഹരിമരുന്ന് തടയുക എന്ന ശ്രമകരമായ ദൗത്യത്തിലാണ് പോലീസ്. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റി പോലീസും ഡാൻസ് ഓഫും വലവിരിച്ചപ്പോൾ കുടുങ്ങിയത് ലഹരി ശൃംഖലയിലെ വമ്പൻ കണ്ണികൾ. മാങ്കാവ് വെച്ച് ലഹരിമരുന്നുമായി 2 യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി മുഹമ്മദ് സിയെ, ജാസം അൽത്താഫ് എന്നിവരിൽ നിന്നും 326 ഗ്രാം MDMA പിടികൂടി. ബാംഗ്ലൂരുവിൽ നിന്ന് ലഹരിമരുന്ന് എത്തിച്ച് കോഴിക്കോട് വിതരണം ചെയ്യുന്ന സംഘമാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് 245 ഗ്രാം MDMA ആണ് പോലീസ് പിടികൂടിയത്. ലഹരിമരുന്ന് എത്തിച്ച ഫറൂഖ് കോളേജ് സ്വദേശി ഫാസിർ, മംഗളൂരു സ്വദേശി ഷാഹിദ ബാനു എന്നിവർ പിടിയിലായി. വലിയങ്ങാടിയിൽ വെച്ച് 45 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാൻ അറസ്റ്റിലായി. 27 ലക്ഷം രൂപയോളം വില വരുന്ന ലഹരിമരുന്നാണ് ഒറ്റ ദിവസം കൊണ്ട് പിടികൂടിയത്. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ ബാംഗ്ലൂരിൽ നിന്നും മറ്റും MDMA-യും തുടങ്ങിയ മറ്റ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പരിശോധനയിൽ ഇന്ന് നമുക്ക് 500 ഗ്രാമിലധികം MDMA 2 കേസുകളായിട്ട് പിടികൂടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 50 ബ്രൗൺ ഷുഗർ നമുക്ക് പിടികൂടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഉള്ളത്. ഇത് വളരെ ചുരുങ്ങിയൊരു ക്വാണ്ടിറ്റി തന്നെ വലിയ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 4 പേര് ഇതിനകത്ത് അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ കർശനമായ നടപടി മുന്നോട്ട് കൊണ്ടുപോകും. അവയർനെസ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഇത്തരം ഡിറ്റക്ഷനുകളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് ജനങ്ങൾ ഞങ്ങളോട് കൂടി സഹകരിച്ച് ഇൻഫർമേഷനൊക്കെ തരാം. ഏറ്റവും ഇത്തരമുള്ള സ്ഥലങ്ങളെ പറ്റി അറിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേക റെയ്ഡുകളും കാര്യങ്ങളും നടത്തി വരുന്നുണ്ട്. പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടാനായി സ്ത്രീകളെയും കരിയർമാരാക്കുകയാണ് ലഹരി സംഘം. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.